ഇന്ന് മഴ വളരെയധികം ശക്തമായി തന്നെയാണ് ജില്ലയിൽ പലയിടങ്ങളിലുമുള്ളത്. അത് തീരദേശ മേഖലയിലായാലും മലയോര മേഖലയിലായാലും ശക്തമായ മഴയാണ് ജില്ലയിലുടനീളം ഉള്ളത്. കുന്നംകുളത്താണ് ഏറ്റവും അധികം, കുന്നംകുളം വടക്കാഞ്ചേരി മേഖലയിലാണ് ഏറ്റവും അധികം മഴ നാശം വിതച്ചിരിക്കുന്നത്. അതായത് കുന്നംകുളത്തെ അടുപ്പൂട്ടി ഭാഗത്ത് ഈ വീടിന് പുറകുവശത്തേക്ക് ഏകദേശം 20ഓളം വീടുകളുള്ള ഇടത്തേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. 4 വീടുകളുടെ പുറകുവശത്തേക്കാണ് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കാര്യമായ ഭയം അതല്ലെങ്കിൽ ഒരു ഭീതി വീട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മരം പൊട്ടി വീണ് ഇരുചക്ര വാഹന യാത്രികർക്ക് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. ഏകദേശം 11:30 പടുകുറ്റൻ മരം റോഡിലേക്ക് വീണത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയത്. ശക്തമായ മഴയിലും കാറ്റിലും വടക്കാഞ്ചേരി ആലത്തൂർ കൃഷ്ണൻകുട്ടിയുടെ വീടിൻ്റെ മുകളിലേക്ക് മരം വീഴുകയും ആ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ സമാനമായ അപകടങ്ങൾ മറ്റിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് കൊടുങ്ങല്ലൂരിൽ ഈ ശക്തമായ കാറ്റിലും മഴയിലും വഞ്ചി മുങ്ങി 2 പേരെ കാണാതായിട്ടുണ്ട്. 4 പേർ ഉണ്ടായിരുന്നു. 4 പേരിൽ 2 പേർ രാത്രി ഉണ്ടായ ഈ അപകടത്തിൽ നീന്തി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അവർ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഉണ്ടായത്. ഒരാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത് മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെയും ഈ വടക്കാഞ്ചേരി കുന്നംകുളം ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ MG റോഡിനോടടുത്ത് ഒരു വീടിൻ്റെ പറമ്പിലേക്ക് നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്നതിന് സമാനമായി തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ മേൽക്കൂര അടർന്നു വീണിട്ടുണ്ടായിരുന്നു. ഷീറ്റ് അടർന്നു വീണിട്ടുണ്ട്. അത് പക്ഷേ അതും ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. വീണ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജില്ലയിൽ ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും മഴ പെയ്യുകയാണ്. എന്തായാലും അതിശക്തമായ മഴ തന്നെയാണ് ജില്ലയിലെ പലയിടങ്ങളിലും ഉള്ളത്. ജില്ലയുടെ ഈ തീരദേശ മേഖലയിൽ ദേശീയപാതയുടെ ഈ പണി നടക്കുന്ന ഇടങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വീടുകളിലേക്കും മറ്റും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ആ ഭാഗങ്ങളിലുള്ളത്. ശരി, തൃശ്ശൂരിലെ സമഗ്രമായ ഒരു ചിത്രമാണ് വിശദമായി തന്നെ ലിഷോയ് റിപ്പോർട്ട് ചെയ്തത്.